എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഖമായിട്ടിരിക്കുന്നോ? നല്ലൊരു ക്രിസ്മസ് ഇതേ വന്ന് എത്തിയിരിക്കുന്നു. ക്രിസ്മസ് മാത്രമല്ല, ന്യൂ ഇയറും കൂടെ വന്നിരിക്കുന്നു അല്ലേ. 2015 തീരാനി കുറച്ച് ദിവസങ്ങൾ മാത്രം. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയതല്ലേ, നമ്മൾ പോലും അറിഞ്ഞില്ല, ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു വർഷം കഴിഞ്ഞോ, ഒരു വർഷം തീർന്നോ എന്ന് വിചാരിക്കും അല്ലേ. ഓണം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് പിന്നെ നമ്മുടെ ഈ മാസങ്ങൾ കടന്നു പോകുന്നത്. ഓണം കഴിഞ്ഞു പിന്നെ അടുത്തത് റംസാനായി, റംസാൻ കഴിഞ്ഞാൽ റംസാനാണല്ലോ ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഓണം, അത് കഴിഞ്ഞ് ക്രിസ്മസായി, അത് കഴിഞ്ഞാൽ വിഷുവായി, അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒരു കൊല്ലം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഓരോ വിശേഷ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ പോലും അറിയുന്നില്ല, ഒരു വർഷം മാറുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വയസ്സാണ് മാറുന്നത് അല്ലേ. അപ്പം ഞാനിന്ന് ഈ ക്രിസ്മസ് പ്രമാണിച്ച് ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫുഡ് ഞാൻ പറഞ്ഞത് പൊന്നൂസ് റിയൽ ടേസ്റ്റ്. സാധാരണ ഞാനെല്ലാം വെൽക്കം ചെയ്യാറുള്ളത് പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഒരു ക്രിസ്മസ് വിഷയൊക്കെ തന്ന് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസയൊക്കെ പറഞ്ഞ് ക്രിസ്മസിനെ പറ്റിയൊക്കെ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ആദ്യം പറയാതിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ റിയലായിട്ട് ഉണ്ടാക്കുന്ന എന്താ പറയുക, ഒരു മായമില്ല, ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ തരുന്നത് നിങ്ങൾക്ക്. എല്ലാവരും വെച്ച് നോക്കാറുണ്ട്. കാരണം എൻ്റെ പ്രേക്ഷകർ, ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട് പല സ്ഥലത്തും. കഴിഞ്ഞ സ്ഥലത്ത് എൻ്റെ നാടായ ഭരണങ്ങാനം, ഈരാറ്റുപേട്ട ഭാഗത്തായിരുന്നു ഷൂട്ട്, എൻ്റെ നാട്ട്. അപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈരാറ്റുപേട്ട ഷൂട്ട് ചെയ്തപ്പോൾ ചേച്ചി ഞങ്ങൾ കുക്കറി ഷോ കണ്ടു, ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ യൂട്യൂബിൽ കണ്ടു, ഞങ്ങൾ ചാനലിൽ കണ്ടു. അവർ പറഞ്ഞു ഞങ്ങൾ വെച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കറികൾക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് വളരെയധികം എന്നോട് ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചു, സ്നേഹം പ്രകടിപ്പിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, അല്ല നിങ്ങളെൻ്റെ പടമൊന്നും കണ്ടില്ലേ എന്നവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. കാരണം അപ്പോൾ എൻ്റെ പടം, ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാണ് ക്രിസ്മസ് പ്രമാണിച്ച് അമർ അക്ബർ അന്തോണി പ്രേക്ഷകരെല്ലാം കൈ നീട്ടി സ്വീകരിച്ചൊരു പടമാണ് ആദർശ ഡയറക്റ്റ് ചെയ്ത പടം. അതിലൊരു ചെറിയൊരു ഭാഗമാകാനും എനിക്ക് പറ്റി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലേ? അവർ ഞങ്ങൾ കണ്ടു. അപ്പം ചേച്ചിയുടെ സിനിമ, സീരിയല്, പ്രോഗ്രാംസ് ഒന്നും ഞങ്ങൾ വിടത്തില്ല, ഞങ്ങളെല്ലാ പ്രോഗ്രാമും കാണും. പക്ഷെ നമ്മുടെ കുക്കറി അത് ഞങ്ങൾ ചേച്ചി നന്നായിട്ടുണ്ട്. ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക, ചേച്ചിയുടെ ഫുഡിൻ്റെ ആ കാണിക്കുന്ന രീതിയും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പൊന്നും ചേച്ചി ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെയുള്ള ചിലർ പറയും ഞങ്ങൾ ആ കറിക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല, ചിലർ പറയും ഞങ്ങൾ ആ കറിക്ക് മസാല ചേർക്കാറില്ല. പക്ഷെ മസാല ചേർത്തപ്പോൾ സൂപ്പറാന്ന് പറയും. ചില ആൾക്ക് പറഞ്ഞു ഞങ്ങൾ വെളുത്തുള്ളി, ഞങ്ങൾ ആ ഭാഗത്തുള്ള വെളുത്തുള്ളി, പക്ഷേ വെളുത്തുള്ളി ചേർത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ പൊന്നും ചേച്ചി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ വെളുത്തുള്ളി ചേർക്കാതെ വെക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടിലും വെളുത്തുള്ളി ചേർത്താണ് വെക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, വെളുത്തുള്ളി ചേർത്ത് വയ്ക്കുമ്പോഴും നിങ്ങൾ എന്നെ ഓർക്കുമല്ലോ, ഓ പൊന്നും ചേച്ചിയുടെ കറിയാ എന്ന് ഓർക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വെച്ചൊരു മുട്ടക്കറി. ഞാൻ ആ മുട്ടക്കറി പിന്നീട് വേറൊരു എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാതെ. അപ്പോൾ എന്നെ കണ്ടപ്പോഴും പ്രേക്ഷകർ പറഞ്ഞു, ആ മുട്ടക്കറി ഞങ്ങൾ വെച്ചിരുന്നു, അത് നന്നായിരുന്നു. ദിവസം തന്നെ പറയുന്നത് പിള്ളേരെ ഏറ്റപ്പോൾ, മമ്മി ഇന്നലെ ഞങ്ങൾക്ക് പൊന്നമ്മ ചേച്ചിയുടെ മുട്ടക്കറി മതി എന്ന് പിള്ളേർ പറയുമെന്ന് പറയും. കാരണം അത് പിള്ളേർക്ക് കൂട്ടാൻ പറ്റിയൊരു കറി, വലിയ എരിവൊന്നുമില്ലാത്തൊരു കറിയായിരുന്നു. അപ്പോൾ അതുപോലെ പ്രേക്ഷകർ എന്നെ കാണുമ്പം എൻ്റെ കറികളെപ്പറ്റിയും എൻ്റെ എന്താ പറയുക എല്ലാ സംസാരത്തെ പറ്റിയും ഒക്കെ അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഞാനൊരു കള്ളത്തരവും ഇല്ലാതെ സത്യസന്ധമായിട്ടാണ് ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസ നേരുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഞാൻ വിചാരിച്ചിരുന്നൊരു പെപ്പർ, ഡക്ക്, താറാവ്. സാധാരണ നമുക്ക് താറാവ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സമയമാകുമ്പോഴാണ് ഈ താറാവ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലെ ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ നമ്മുടെ താറാവ് കൂടുതൽ വരുന്നത്. ആ സമയത്ത് ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ഇപ്പോൾ താറാവ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ താറാവാണ്, മുളക് പൊടിയില്ല. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും കുടുംബത്തിൽ എരിവ് കുറച്ച് വെക്കാമെങ്കിലും മക്കൾക്കൊക്കെ ഏറ്റവും അധികം കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ അത് തന്നെയല്ല, ഈ താറാവിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക, ഈ പൈൽസ് അസുഖമുള്ളവർക്ക് താറാവ് നല്ലതാണ്. കോഴി ചൂടും താറാവും തണുപ്പുമാണ്. ചില ആൾക്കാർ പറയും എന്താ ഈ താറാവ് മുട്ട കഴിക്കാൻ പറയും. എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ തണവ് കിട്ടും. കോഴിയും കോഴിമുട്ടയും ഭയങ്കര ചൂടാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ താറാവ് കൊണ്ട് നമുക്കതിനൊരു മെഡിസിനും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പിന്നെ എനിക്ക് ആൾക്കാർ എൻ്റെ കാരണന്മാർ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താറാവ് ചാച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താറാവ് നല്ല സാധനമാണ്, ആ രോഗത്തിന് നല്ലതാണ്.
താറാവ് മുട്ടയും താറാവും. അപ്പം നമുക്കൊരു പെപ്പർ എന്താ പറയുക താറാവിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ എല്ലാം പറയുമായിരുന്നു. പറയാൻ ഇത്ര ഇതൊന്നുമില്ല. നമ്മൾ സവോള അരിഞ്ഞ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ സവോളയുണ്ട്, പിന്നെ മല്ലിയിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട്. കണ്ട ഇത്രയും സാധനം ഇതിനകത്ത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം നമ്മളിതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. പിന്നെ നമുക്ക് അതിൻ്റെ പാലുണ്ട്, കിഴങ്ങുണ്ട്, താറാവ്, തക്കാളി, പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ലേശം കറിക്ക് ചിലപ്പോൾ ഇച്ചിരി പാലൊഴിച്ച് നമ്മൾ വെക്കുമ്പോൾ ലേശം എന്തെങ്കിലും ശകലം നമ്മൾ എന്തെങ്കിലും ഈ എന്താ ഒരു ചാറധികം തോന്നി നമുക്ക് ലേശം കോൺഫ്ലവർ നമുക്കത് ചേർത്താൽ ഇത്തിരി കറി ഇത്തിരി കൊഴുത്ത് കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ നമ്മൾ കുറിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ എണ്ണയ്ക്ക് പോയി നമ്മൾ ഡാൽഡയാണ് ഉപയോഗിക്കുന്നത്. പെപ്പർ താറാവിന് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം. ഡാൽഡയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഡാൽഡ നമ്മൾ വെക്കുവാണ്. ഞാൻ പ്രാവശ്യം ഡാൽഡ ഉരുകാൻ സമയമെടുക്കും. അത് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ പെപ്പർ താറാവ് വെക്കാൻ അധികം താമസം വരത്തില്ല. എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞ് അടുപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു താറാവ് ആകുമ്പോഴത്തേക്ക് താറാവിനും കോഴിയെപ്പോലെയല്ല, താറാവിന് പിന്നെ കോഴിയേക്കാളും വേവുണ്ട്. അപ്പോൾ ഒരു ഞാനാണെങ്കിൽ ഒരു 4 വരെ ഞാൻ അടിക്കും. കോഴിയാണെങ്കിൽ നമ്മൾ 1 2 ഒക്കെ അല്ലേ നമ്മൾ അടിക്കത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോകും. താറാവിന് വേവുണ്ട്. നെയ്യൊക്കെ പതുക്കെ ഡാൽഡ ഉരുകി വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സാധാരണ നമ്മൾ എല്ലാ കറികൾക്കും ഡാൽഡ ഉപയോഗിക്കാമല്ലോ. പക്ഷെ ഡാൽഡ ഉപയോഗിച്ച് വെക്കേണ്ട ചില കറികളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന പെപ്പർ താറാവ്. സമയത്ത് നമ്മൾ വേറെ ചിക്കൻ കറി സാധാരണ നാടൻ കറി വെക്കുമ്പോൾ ഡാൽഡ ചേർത്താൽ കൊള്ളത്തില്ല. കാരണം ചില കറികൾക്ക് ചില മെത്തേഡുകളുണ്ട്, ചേർക്കുന്ന ചില രുചികളുണ്ട്. ഇനി ഡാൽഡ കിട്ടാത്തിലൊക്കെ ഡാൽഡ കാണിച്ചു. ഡാൽഡ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും വെക്കാം. വെളിച്ചെണ്ണ വെക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഡാൽഡ വെക്കുമ്പോൾ ഒന്നും കൂടി ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു എന്താ പറയുക ടേസ്റ്റും എല്ലാം ഉണ്ടാകും. അപ്പം ഞാൻ കഴിക്കുന്ന ആഹാരം നിങ്ങളും ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നെ പോലെ തടി വെക്കരുത് കേട്ടോ. എല്ലാവരും ചോദിക്കും, എന്നോട് പല ആൾക്കാരും പറയാം, സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറയാം, അത് ശരി കഴിച്ച് വണ്ണം വെച്ചു, ഇനി പ്രേക്ഷകരെ കൂടെ വണ്ണം വെപ്പിക്കുവാണോ കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഉണ്ടാക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരൊന്ന് കാണട്ടെ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ, അവരും ഉണ്ടാക്കി നോക്കട്ടെ. പൊന്നം ചേച്ചി കറി വെച്ച് അല്ലെങ്കിൽ ഈ കറി വെച്ചിട്ട് എങ്ങനെ കൊള്ളായിരുന്നോ ഞങ്ങൾ വെച്ച് നോക്കട്ടെ. എന്തായാലും നിങ്ങൾ വെച്ച് വരുമ്പോൾ എന്നെ കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും, പൊന്നം ചേച്ചി ഞങ്ങൾ പെപ്പർ താറാവ് വെച്ചു നന്നായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. അല്ലെങ്കിൽ പൊന്നം ചേച്ചിക്ക് എന്ത് വിചാരിക്കും എന്നല്ല. ചില ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി പറയുമ്പോൾ സാധനങ്ങളൊക്കെ നിർത്തി പറയണമെന്ന് കാരണം എൻ്റെ സംസാരത്തിന് എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരാളെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചി ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുമ്പോൾ ഇച്ചിരി നിർത്തി പറയണേന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വളരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് പറയുമ്പോഴല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കണ്ടാതെ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്നോടത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അതങ്ങോട്ട് വന്നു. അപ്പം ഞാൻ അത് വേണ്ട, ഞാൻ കടുക് ഇട്ടിട്ടില്ല. കടുക് വേണ്ട, നിർബന്ധമില്ല. ഇതിങ്ങനെ ഇട്ടാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ ഒരു സവോള കൂടെ ഇട്ടേക്കണം. എന്തായാലും സവോള നമ്മൾ ചേർക്കുമ്പോൾ സവോള പെപ്പർ തറാന് ശേഷം സവോള നന്നായിട്ട് വേണം. സവോള ചേർത്തു.
നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർക്കും. വീട്ടിലടുക്കളക്കകത്ത് ഞാൻ കൈക്ക് എടുത്തിരുന്ന പോലെ അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് കൈക്ക് തോണ്ടിയിട്ടതാണ്. മല്ലിയില നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. നല്ല മല്ലിയില മാറ്റി വെച്ചു. അപ്പോൾ നമ്മളത് എന്തൊക്കെ ചേർത്തേ? ഡാൽഡ ഇട്ടു, പിന്നെ സവോള ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത്ര സാധനം നമ്മളതിട്ടു. നമ്മളിത് വാടണമെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇതിനെ വാടി കിട്ടും. അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. ഇപ്പം അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ പറയാം. അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ ചേച്ചി നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. ഇതാ നന്നായിട്ട് പാടട്ടെ. പിന്നെ ക്രിസ്മസൊക്കെ എവിടം വരെയായി എല്ലാവർക്കും? നക്ഷത്രമൊക്കെ എല്ലാവരും ഞാനിത് പാടാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം നിങ്ങളോട് കുറച്ച് വിശേഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടോ? പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? ഉണ്ണീശയൊക്കെ എടുത്ത് വെക്കണ്ടേ അല്ലേ? എനിക്ക് ഈ വർഷം എന്ന് പറയാൻ ക്രിസ്മസൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉള്ളൂ. ഈ വർഷത്തെ ക്രിസ്മസ് മക്കളെല്ലാം വെളിയിലല്ലേ. മൂത്ത മോള് ഓസ്ട്രേലിയ, മോൾ ലണ്ടനിൽ, ഇളയ മോളോട് ഓസ്ട്രേലിയക്ക് പോകാൻ പോവുക. അതിപ്പോൾ അവൾ ക്രിസ്മസിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിട്ടില്ല. ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മക്കൾ ജോലിയായിട്ട് പോകുന്നതല്ലേ. അപ്പം ഞാനും ബാബുച്ചനും കൂടെ വീട്ടിലുണ്ടാകത്തുള്ളൂ. ക്രിസ്മസ് ആഘോഷിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്ന് വരുന്നോ അന്ന് നമ്മുടെ വിശേഷങ്ങളാണ്. കാരണം ഞാൻ എല്ലായിടത്തും പറയും ക്രിസ്മസ് ഡിസംബർ 25 എന്ന് പറയുന്നത് ക്രിസ്മസ് ദിനമായിട്ട് എല്ലാവരും ആചരിക്കുന്നു. ന്യൂ ഇയർ ജനുവരി 1 തീയതി നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ എൻ്റെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പറയും പിള്ളേരൊക്കെ എന്ന് നമ്മുടെ അടുത്ത് വരുന്നു അന്ന് ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസാ. അന്ന് നിങ്ങളുടെ വീട്ടിലൊന്നും ക്രിസ്മസ് ഇല്ലല്ലോ. അന്ന് ന്യൂ ഇയർ നിങ്ങൾ നമ്മളൊക്കെ ആഘോഷിച്ചു. വേറെ ദിവസം പിള്ളേർ ഞങ്ങൾ ന്യൂ ഇയറൊക്കെ അവിടെ അപ്പം അടിച്ചു പൊളിക്കും. അപ്പോൾ അന്ന് ആരുടെ വീട്ടിൽ ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസും ഓണവും ന്യൂ ഇയറൊക്കെ അന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ മക്കൾ വരുമ്പോൾ. സവോള പതുക്കെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഇത് സവോളയൊക്കെ നന്നായിട്ട് വാടിയൊക്കെ വന്നു. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന മണം. നമ്മളാദ്യം മഞ്ഞൾ ചേർക്കും. മഞ്ഞളൊക്കെ ചെറിയ സ്പൂൺ ഞാൻ 3/4 സ്പൂണും അടുത്തിട്ടു. മഞ്ഞളിട്ടു. ഇതിൻ്റെ കൂടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് മല്ലിപ്പൊടികളാണ്. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന മസാലയാണ്. ഈ മസാല എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഗ്രാമ്പൂവും, പട്ട, ഏലക്ക, തക്കോലം, കുരുമുളക്, ഇതെല്ലാം, പിന്നെ പെരുംജീരകം എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു മസാലയാണ്. അപ്പോൾ എൻ്റെ മസാലയെക്കുറിച്ച് കടുപ്പം ഉണ്ടാവും. മസാലയൊക്കെ ചില ആൾക്കാർക്ക് മസാല കുറച്ച് കയറി നിൽക്കേണ്ടവരുണ്ടാകും. നമ്മുടെ ഈ വീട്ടിൽ വെച്ചാൽ എല്ലാവർക്കും എല്ലാം കറക്റ്റായിരിക്കണം. ഞാൻ എവിടെയോ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ ഇവിടെ പോയപ്പോൾ ഇച്ചിരി മസാല കയറി നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മസാല കയറി നിൽപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇച്ചിരി മസാല, ഞങ്ങൾക്ക് കുറച്ച് മസാല വേണം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് മസാലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളതാണ് അവരത് കുറച്ച് കൂട്ടിയിട്ടേക്കുന്നത്. പക്ഷെ ഞാൻ അത്യാവശ്യമുള്ള മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി, മല്ലിയാണ് ശരിക്കും മൂക്കണം. മല്ലി പച്ച ചോദിച്ചാൽ കൊള്ളത്തേയില്ല. മല്ലി ഇച്ചിരി കൂടുതൽ നിൽക്കണം. പെപ്പർ താറാവിന് മല്ലിയാണ് വേണ്ടത്. മല്ലി ഞാനൊരു
8 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ട് ശരിക്ക് ഇളക്കി കൊടുക്കണം. കാരണം മല്ലി ശരിക്കും മൂക്കണം, ഇല്ലെങ്കിൽ പച്ച ചുവയ്ക്കും. അത് നമ്മൾ എന്നാണെന്ന് അറിയാമോ? അറിയാൻ മേലത്തോട് കൊണ്ട് പറഞ്ഞുതരാം. ഈ മല്ലി മൂത്തെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ മല്ലിയുടെ പച്ചപ്പ് കിട്ടും. അപ്പം മൂത്തിട്ടില്ല. മൂക്കുമ്പോൾ നമുക്ക് നല്ലൊരു മല്ലി ആ ഒരു നമ്മൾ എന്താ പറയണേ ഇറച്ചിക്കറിയുടെ നല്ലൊരു മണം കിട്ടും. ചില ആൾക്കാർ പറയും എൻ്റെ അടുത്ത്, പനമ ചേച്ചി ഞങ്ങൾ ആ കറി വെച്ചിട്ട് ശരിയായില്ല ചേച്ചി വെച്ച പോലെ. ഞാൻ പറഞ്ഞു സാരമില്ല, 2-3 പ്രാവശ്യം വെക്കുമ്പോൾ പക്ക. എന്നോട് വേറെ സുഹൃത്ത് പറഞ്ഞു, മറ്റാരുമല്ല നമ്മുടെ ക്യാമറമാൻ തന്നെ പറഞ്ഞു അവരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം മീൻ വെച്ചിട്ട് ശരിയായില്ല, 4ാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴാണ് ശരിയായെന്ന്. അപ്പോൾ 4ാമത്തെ പ്രാവശ്യം ശരിയായെന്ന് പറഞ്ഞു ചെയ്തപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെൻ്റെ അടുത്ത് പറയും ഇങ്ങനെ 3-4 പ്രാവശ്യം വെച്ചപ്പോഴാണ് ശരിയായെന്ന്. അപ്പോൾ ശരിയാവണല്ലോ, തോറ്റു കൊടുക്കാൻ പാടില്ല. പിന്നെ മല്ലി അടിയിൽ പിടിക്കാനും പാടില്ല കുക്കറിൽ. നമുക്കല്ലാതെ ഇത് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ പാനത്തില്ലേ, നോൺ സ്റ്റിക്ക് പാത്രമില്ലേ, അതിനകത്ത് വെച്ചിട്ട് എല്ലാം ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണം കുക്കറിനകത്തോട്ട് വെച്ച് അടച്ച് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഈ കുക്കർ എന്ന് പറയുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ഇതില്ലേ, നമ്മൾ ഈ കറണ്ടിൽ ഉപയോഗിക്കുന്ന വെക്കാവുന്നൊരു കുക്കർ. അതുകൊണ്ടാണ് ഈ കുക്കർ ഞാൻ ഉപയോഗിച്ചത്. ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ വെക്കാവുന്ന കുക്കറാണിത്. എല്ലാ കുക്കറും ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ലേശം കൂടെ വേണം. മല്ലിയൊക്കെ ഇട്ടത്, മല്ലിയൊക്കെ മൂത്ത് നന്നായിട്ട് നന്നായിട്ട് മൂത്ത് മല്ലി, കുരുമുളക്. ഇതാണ് ഇതിൻ്റെ എരിവ്. ലേശം പച്ചവെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി എരിവിൻ്റെ ആളായിരുന്നു. പ്രത്യേകിച്ച് താറാവാകുമ്പോൾ ഇത്തിരി എരിവ് ചേർക്കണം. കുരുമുളക് നമ്മളൊന്ന് ചൂടാക്കുകയുള്ളൂ. അതൊന്നും ഇങ്ങനെയൊന്നുമില്ല, ഒന്ന് ഇങ്ങനെ ഇട്ടു. തക്കാളി തക്കാളി ചേർത്തു. നമ്മൾ കിഴങ്ങിട്ടു. താറാവ് ഉപ്പ്, എനിക്കെല്ലാം കയ്യളവ. ജസ്റ്റ് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാമല്ലോ. ഇത് നമ്മളെ ഇളക്കി നമ്മളിവിടെ കൊണ്ടുവരണം. അവനെ മൊത്തം ഇളക്കി എന്താ ഈ അടിയിലെ മസാലകൾ കംപ്ലീറ്റ് മേളിൽ വരണം. അത് ഇളക്കി മറിച്ചത് നമുക്ക് കൂടുതലും ഈ മരത്തവി ആയിരിക്കും അതിന് നല്ലത്. എന്താ മസാല താറാവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഇങ്ങനെ താറാവ് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഞങ്ങളുടെ വീട്ടിൽ 1-2 ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു, താറാവ് ഇഷ്ടമല്ല. ചിക്കന്, ബീഫ് ഒക്കെ ഇഷ്ടം. അപ്പം ഈ താറാവാണോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അവർ. ഞാൻ പറഞ്ഞു ഞാൻ താറാവ് കറി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൂട്ടി നോക്കാൻ പറഞ്ഞു. ലാസ്റ്റ് അവർ താറാവ് കൂട്ടി നോക്കിയിട്ട് ഇപ്പോൾ അവർ എന്നെ വല്ലപ്പോഴും ഇവിടെ വരാൻ വിളിക്കുമ്പം എൻ്റെ പൊന്നമ്മേ, അല്ലേ പൊന്നമ്മാൻ്റി നമുക്ക് താറാവുണ്ടോ എന്ന് അവർ വിളിച്ച് ചോദിക്കും. ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ലേശം പാലൊഴിക്കുക. അന്ന് നമുക്ക് ലേശം പാല്. താറാവിനകത്ത് വെള്ളമുണ്ട്. ഇനി അതിൻ്റെ അത് നോക്കിക്കൊണ്ട്
പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ ഒരു ഇത്രയേ ഉള്ളൂ സംഗതി. പാൽ വേണം, നമുക്ക് ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേവാനുള്ള പാലുണ്ട്. വെച്ച് അടച്ച് വേകട്ടെ. ഏകദേശം ഇത് 4 ആഴ്ച അടിച്ചു. ഇതൊക്കെ പോയി തുറന്നു. വേണ്ട കണ്ട ഇല്ല കറിയായിട്ട് ഗ്രേവി വേണ്ടവരാണെങ്കിൽ ഇച്ചിരി കൂടെ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർക്കാം. പാലിൽ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. ഇത് കൊണ്ടുവന്ന് വയ്ക്കട്ടെ കേട്ടോ. എൻ്റെ കണക്ക് ഇച്ചിരി ഉപ്പിട് വേണം. നമ്മൾ പറഞ്ഞു നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചാലും ചേർക്കാമല്ലോ. കൂടിപ്പോയാൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് പാടായിരിക്കും. ഇച്ചിരി പാലിൽ ഒഴിച്ച് കൊടുക്കുക. ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പെപ്പർ താറാവ് റെഡി. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യുക. നല്ല ബ്രെഡ്, നല്ല അപ്പം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങളാണ് ഇഷ്ടപ്പെടേണ്ടത്. നമ്മളതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് ഒരു മല്ലിയില വേണ്ട, മല്ലിയില നമ്മൾ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കും. ലാസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇത് എളുപ്പമുണ്ട്. നമുക്ക് പറയുമ്പോൾ ഒരുപാട് സാധനവും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് കഴിയുമ്പോൾ വേണ്ട എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ക്രിസ്മസ് പ്രമാണിച്ച് ഡക്ക് പെപ്പർ കറി. അപ്പോഴേ അങ്ങനെ നമ്മുടെ അതെ പെപ്പർ താറാവ് അങ്ങനെ റെഡിയായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്കാണ് കുരുമുളക് പൊടി ലേശം കുറച്ചിട്ടോണം. കാരണം പിള്ളേർക്ക് എരിവ് അത്ര ഒരു ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ. വലിയവർക്കാണ് കുറച്ച്. അത് കറി വെക്കുമ്പോൾ അത് കണക്കാക്കി ഇച്ചിരി പാത്രത്തിലെടുത്ത് മാറ്റിയാൽ മതി. ഇച്ചിരി ആദ്യം കുരുമുളക് ഇട്ട് ചേർത്തിട്ട് പിന്നെ കുട്ടികൾക്കെടുത്ത് മാറ്റിയിട്ട് വലിയവർക്കാകുമ്പോൾ ഇച്ചിരി കുരുമുളക് പിന്നെ തൂക്കിയെടുത്ത് വേറെ എടുത്താൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ബ്രെഡും അപ്പൊക്കെ ശരിക്കും കഴിക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട്. അപ്പോൾ വീട്ടിൽ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. അടുത്ത എൻ്റെ പൊന്നൂസ് റിയൽ ടേസ്റ്റ്. എൻ്റെ പേര് ഞാൻ പറയണ്ടേ? അത് ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിലേ അതെനിക്കൊരു എന്താ പറയുക, ചേച്ചി ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരിടത്ത് പറഞ്ഞല്ലേ, ഞാൻ തീരാൻ നേരത്തെ ഒന്നുകൂടെ പറയുകയാണ്. പൊന്നൂസ് റിയൽ ടേസ്റ്റിൽ അടുത്ത ഒരു വിഭവമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.